ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാ അമ്മാ ബഅദ്. നമ്മള് കാന അഖവാത്തിനെ കുറിച്ചാണ് പഠിക്കുന്നത്. മാദാ യഅമലു കാന, എന്താ അർത്ഥം? മാദാ യഅമലു കാന, എന്താ അതിന്റെ അർത്ഥം? എന്താണ് കാനന്റെ പ്രവൃത്തി? കാനന്റെ പ്രവൃത്തി. ഇതിന് എങ്ങനെ അറബിയിൽ മറുപടി പറയാ? തർഫഉൽ ഇസ്മ വ തൻസീബുൽ ഖബറ. തർഫഉൽ ഇസ്മ, കാന ഇസ്മിന് റഫഅ ചെയ്യും. വ തൻസീബുൽ ഖബറ, ഖബറിനെ നസ്ബുൻ ചെയ്യും. അതിൽ പെട്ടതാണ് കാന, മാസാല, മാ ബരിഹ. കാനുണ്ട്, സാറുണ്ട്, അസ്ബഹുണ്ട്, അംസുണ്ട്, അൽഹുണ്ട്, വല്ലുണ്ട്, ബാത്തുണ്ട്. ഇതൊക്കെ കാനാഹുവാത്തൊക്കെ പിന്നീട് വരും. ഇതിലിപ്പോ ഇയാള് രണ്ടോ മൂന്നെണ്ണം പഠിപ്പിക്കണുള്ളൂ. ഒന്ന് കാന, മറ്റൊന്ന് മാസാല, പിന്നെ ഏതെങ്കിലും ഒന്ന് വന്നോ? മാബരി എന്തോ വന്നോ? ഇല്ല, മാസാലയും മായസാലും തന്നെ വന്നിട്ടുള്ളൂ അല്ലെ? കാനയും മാസാലയും. മാസാല എന്ന മാലിയാണ്, അതിന്റെ മുലാരിയാണ് ഏത്? യസാലു. രണ്ടായാലും അമലുണ്ടാവും. മാസാലക്കും അമലുണ്ട്, പിന്നെ ഏതിനും അമലുണ്ട്? മായസാലൂനും ഏതുണ്ടാകും? ഖബർ ഉണ്ടാകും. ഇപ്പോ മുദരിസ് ആരോടാ ചോദിക്കണത്? അബൂബക്കറിനോടാ ചോദിക്കണത്. എന്ത്? കുൽ തലി, നീ, എന്താ ഇതിന്റെ അർത്ഥം? കുൽത്തലി, കുൽത്തലി എന്താ അർത്ഥം? കുൽത്ത ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. നീ പറഞ്ഞു. ലീ എന്നോട്, കപില തലാത്തി സനവാത്തിൻ, എത്ര കൊല്ലം മുമ്പ്? 3 കൊല്ലം മുമ്പ്. എന്താണ് പറഞ്ഞത്? ഇന്ന അബാക്ക, തീർച്ചയായും നിന്റെ പിതാവ്, അമീദു കുല്ലിയത്തുൽ ഹന്തസത്തി, എഞ്ചിനീയറിംഗ് കോളേജിന്റെ പ്രിൻസിപ്പാൾ ആണ് എന്ന് എത്ര കൊല്ലം മുമ്പ് പറഞ്ഞിരുന്നു? 3 വർഷം. 3 വർഷം മുമ്പ്. എന്നിട്ട് ഇപ്പൊ അയാള് ചോദിക്കാണ്, അമുതഖാഇദുൻ ഹുവ അൽആൻ, ഇപ്പോൾ അദ്ദേഹം പെൻഷൻ പറ്റിയവനാണോ? അമുതഖാഇദുൻ, പെൻഷൻ പറ്റിയവനാണോ? ഹുവ, അദ്ദേഹം, അൽ ആന, ഇപ്പോൾ. തഖാഅദ എന്നുള്ളതാണ് വെർബ്. ഏതാ പാറ്റേൺ? തഫാഅല. തഫാഅല. തഖാഅദ യതഖാഅദു, മുളാരി. അതിന്റെ ഇസ്മു ഫായിലാണ് ഏത്? മുത്തഖായിദ്. മുത്തഖാഇദുൻ, ഇരിക്കുന്നവൻ. പെൻഷൻ പറ്റിയവനാണോ ഇപ്പോ? അബൂബക്കർ പറയാ, ലാ, ഇല്ല. ലൈസ, അതങ്ങനെ പറയാ, ലൈസ മുതഖാഇദൻ. ലാന്റെ അർത്ഥം എന്താ? ലൈസ, ലാന്ന് പറഞ്ഞാൽ ഇല്ലാന്നാ. അതെങ്ങനെ അറബിയിൽ പറയാ? ലൈസ മുതഖാഇദൻ, അദ്ദേഹം ആരല്ല? പെൻഷൻ പറ്റിയവനല്ല. പെൻഷൻ പറ്റിയവനല്ല. ലാ യസാലു, അദ്ദേഹം ആയിക്കൊണ്ടേയിരിക്കുന്നു. അമീദൻ, ആരായിക്കൊണ്ടേയിരിക്കുന്നുണ്ട്? പ്രിൻസിപ്പാൾ ആയിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം മൂപ്പർ എന്ത് ചെയ്തിട്ടില്ല? പെൻഷൻ ആയിട്ടില്ല. പെൻഷൻ ആയിട്ടില്ല. ശരി. അവിടെ ലാ യസാലു എന്ന് പറയുമ്പോൾ നമ്മൾ തർക്കീബ് പഴയ തന്നെ പറയേണ്ടത്.
ലാ യസാലു ഫിഇലെ നാഖിസ് നാഖിസ് ലമീർ ഇസ്മ് യസാലുൽ ആൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഹുവ അപ്പൊ ലാ യസാലു ഫിഇലി നാഖിസ് നാഖിസായാൽ എന്ത് വേണം? ഇസ്മും വേണം ഖബറുമാണ് ഖബറും വേണം. അപ്പൊ ലാ യസാലു ഫിഇലി നാഖിസ് ലമീർ ഇസ്മ് എന്ന് പറഞ്ഞാൽ ലാ യസാലുവിന്റെ ഇസ്മ് അമീദൻ അതാണ് ഏത് ലാ യസാലുവിന്റെ എന്ത് ഖബർ ഖബർ. അത് മാസാല അമീദ് എന്ന് പറഞ്ഞാലും അങ്ങനെ തന്നെ കേട്ടോ. മാസാല അമീദ് എന്ന് പറഞ്ഞാലും പക്ഷെ മാലിയാണെങ്കിൽ മാസാല എന്നാ പറയാ, മുലാരിയാണെങ്കിൽ മായസാലു എന്നല്ല പറയാ, എന്താ പറയാ? ലായസാലു എന്നാ പറയാ. അപ്പൊ ലാ യസാലു ഫീലി നാഖിസ് അതിന്റെ ഇസ്മ ലമീർ മുസ്തതിർ അമീദൻ ഖബറു ലാ യസാലു. അൽ മുദർരിസു അധ്യാപകൻ പറയാണ് യാ അഖ്തറു അല്ലയോ അഖ്തറെ, ഒരാളെ പേരാണേത്? അഖ്തർ. സമീഅതു ആര് കേട്ടു എന്നാ? സമീഅതു ഞാൻ കേട്ടു. എന്താ കേട്ടത്? അന്ന അഖാക തീർച്ചയായും നിന്റെ സഹോദരൻ ത്വബീബുൻ ഷഹീറുൻ പ്രസിദ്ധനായ ഒരു ഡോക്ടറാണ് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. വയഅതീഹി അവന്റെ അടുക്കൽ വരുന്നുണ്ട്. അതാ പിന്നെ യഅതി ഹി അവന്റെ യഅതി ഒന്നായിട്ട് വേറെ കേട്ടോ. യഅതി വേറെ പിന്നെ ഈ വേറെ. വയഅതീഹി അവന്റെ അടുക്കൽ വരുന്നുണ്ട്. അൽ മർളാ മരീലിന്റെ ജമ്മ് മർളാ രോഗികൾ മിൻ ജമീഇ അൻഹാഇ പാകിസ്ഥാൻ പാകിസ്ഥാനിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അവന്റെ അടുത്തേക്ക് ആര് വരുന്നുണ്ട്? രോഗികൾ വരുന്നുണ്ട് എന്ന് ഞാൻ പറയുന്നത് കേട്ടു. അസഹീഹുൻ ഹാദാ ആ പറയുന്നത് ശരിയാണോ? അൻഹായി എന്ന് പറഞ്ഞ ഭാഗം സമീഅതു ഞാൻ കേട്ടു. അന്ന അഖാക തീർച്ചയായും നിന്റെ ബ്രദറ് ത്വബീബുൻ ഷഹീറുൻ പ്രസിദ്ധനായ ഡോക്ടറാണ് എന്ന് ഞാൻ കേട്ടു. വയഅതീഹി അയാളുടെ അടുക്കൽ വരുന്നുണ്ട് എന്നും കേട്ടു. ആര്? അൽ മർളാ രോഗികൾ മിൻ ജമീഇ അൻഹാഇ പാകിസ്ഥാന പാകിസ്ഥാന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും അയാളുടെ അടുത്ത് രോഗികൾ വരുന്നുണ്ട് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അസഹീഹുൻ ഹാദാ അത് ശരിയാണോ? അസഹീഹുൻ ഹാദാ ശരിയാണോ? വാർത്ത ഏതാണോ? ശരിയാണോ? ഏത് വാർത്ത? അയാൾ പ്രസിദ്ധനായ ഡോക്ടറാണെന്നും പാകിസ്ഥാന്റെ എല്ലാ ഭാഗത്തുനിന്നും എന്ത് വരുന്നുണ്ട്? രോഗികൾ വരുന്നുണ്ട് എന്നും പറയുന്നത് കേട്ടു. അതെന്താണോ? ശരിയാണോ? അപ്പൊ അഖ്തർ പറയണേ നഅം അതെ ആദാ സഹീഹുൻ ഇത് ശരിയാ അത് ശരിയാണ്. യാ ഫളീലത്ത ശൈഖ് അല്ലയോ ഉസ്താദേ, നിങ്ങൾ ആ കേട്ടത് എന്തെന്നെയാണ്? എന്താണ്? ശരിയാണ്. ആ ശരി. പറഞ്ഞാട്ടെ തർക്കീബുകള്. സമീഅതു ഞാൻ കേട്ടു. ആരാ ഫായില്? തൂ. ആ തൂ എന്തിനു ഈക്കൂല? ഞാൻ എന്ന് പറഞ്ഞതാ അന. എന്താണ് കേട്ടത്? അന്ന അഖാക തീർച്ചയായിട്ടും നിന്റെ സഹോദരൻ ത്വബീബുൻ ഷഹീറുൻ പ്രസിദ്ധനായൊരു ഡോക്ടറാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അന്നർഫേ
തൗക്കീദ്. അഹാ ഇസ്മു ഇസ്മു അന്ന മൻസൂബും ബിൽ അലിഫി അലിഫി ലിഅന്നഹു ഇസ്മാഉൽ ഹുസ്ന ഇസ്മാഉൽ ഹുസ്ന അല്ല. ഇസ്മാഉൽ ഹുസ്ന ഓർമ്മ മനസ്സിലെ ഇസ്മാഉൽ ഹംസ ഹംസ. ആരും ക്ലാസ് കയറാതെ ഇടങ്ങാറാണുണ്ടല്ലോ. എല്ലാരും കേറിയിട്ടുണ്ടല്ലോ. അപ്പൊ അന്നർഫ് തൗക്കീദ് അഹാ ഇസ്മു അന്ന മൻസൂബും ബിൽ അലിഫി വഹുവ മുളാഫ് ക മുളാഫുൻ ഇലൈഹി മുളാഫുൻ ഇലൈഹി. തബീബുൻ ഡോക്ടറാണ്. എന്താ ഖബറു അന്ന ഖബറു അന്ന. ഷഹീറുൻ പ്രസിദ്ധനായ ഡോക്ടറാണ്. എന്താ ഖബറു അന്ന അല്ല ഖബറു അന്ന വന്നു. നേരത്തെ നേരത്തെ. മാത്രമല്ല വയഅതീഹി അയാളുടെ അടുക്കൽ വരുന്നുണ്ട്. അൽ മർളാ രോഗികൾ. മരീലിന്റെ ജമ്മ് മർളാ. എന്താ തർക്കീബ്? യഅതീഹി അയാളുടെ അടുക്കൽ വരുന്നു. അൽ മർളാ രോഗികൾ. യഅതി ഫീല് മുളാരി ഫിഅല് മുളാരി. ഹി മഫ്ഊല് മുഖദ്ദം മഫ്ഊല് മുഖദ്ദം. ഫായിലിനേക്കാൾ ഏത് മുന്തിക്കണേ? മഫൂല് മുന്തിക്ക് മഫ്ഊല് മുന്തിക്കണേ. അതാ യഅതി. ആഖിറേതാ? യാ. അപ്പൊ ആ ഫീലിന്റെ പേരെന്താ? മഖൂസ യാ സലാം. അതിന് മങ്കൂസ മക്സൂറ പൊമ്പർന്നോളെ അതൊക്കെ ഇസ്മാണ്. ഇത് ഫീലാണ്. കഴിഞ്ഞ ആഴ്ച പഠിച്ചിട്ടുള്ളോ? ആ ഫീലിന് എന്താ പേര് പറയാ? മുഅ്തല്ല്. നിങ്ങളൊക്കെ പിന്നെ എവിടെ നോക്കിയിട്ടാ പഠിക്കണേ? ആഖിർ അലിഫ്. പിന്നെ ഇങ്ങനത്തെ ഫീലുകൾക്കാണ് എന്തെന്ന് പറയണേ? മുഅ്തല്ലുൽ ആഖിർ. അതില് ഫാഫീല് മുഅ്തല്ലായതിന്റെയും ഐൻഫീല് മുഅ്തല്ലായതിന്റെ ഇറാബ് കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. എന്താ പറഞ്ഞത്? ഫാഫീല് മുഅ്തല്ലാണെങ്കിൽ അതില് എല്ലാ ഇറാബും എന്താകും? എല്ലാ ഇറാബും എന്താകും? എല്ലാ ഇറാബും എന്താകും? വെളിവാകും. ഇപ്പൊ വഅദ ഏതാ ഫാഫീല്? വാവ്. യഈദു ഏതാ ഫാഫീല്? ഐന്. അയിനല്ല, അവിടെ ഫാഫീല് തന്നെയാണ് വാവന്നെ. പക്ഷെ ഫാഫീലിനെ അവിടെ കളഞ്ഞക്ക. പക്ഷെ യഈദു എന്ന് പറയുമ്പോ ആ ദു എന്ന ആ ദാലിമ മർഫൂഉം വെളിവാകും, മൻസൂബും വെളിവാകും. ഏതും വെളിവാകും? ഏതും വെളിവാകും? മജ്സൂമും വെളിവാകും. യഈദു, യഈദ, യഈദ്. അതേപോലെ ഐൻഫീല് മുഅ്തല്ലായതും അങ്ങനെ തന്നെ. അൽഫീല് മുഅ്തല്ലായതിലും എല്ലാ ഇറാബും എന്താകും? വെളിവാകും. പക്ഷെ ഒരു വ്യത്യാസം അവിടെ ഉണ്ട്. എന്താണ് ആ വ്യത്യാസം? ഐൻഫീല് മുഅ്തല്ലാണെങ്കിൽ എല്ലാ ഇറാബും വെളിവാകും. ചെറിയൊരു വ്യത്യാസം ജസ്മിന്റെ അവസരത്തിൽ ഉണ്ടാകും. എന്താ? ജസ്മിന്റെ അദാത്ത് കടന്നാൽ
ഐൻഫീല് പോകും. എന്തേ പോകും. ഏത് കടന്നാല് ജസ്മിന്റെ ഖാഫ ഐൻഫീല് മുഴത്തല്ല. അതിന്റെ മുലാരിയതാ ഖാഫന്റെ മുലാരിയതാ യഖാഫു. ഏതാ ഐൻഫീല്? അലിഫ്. അലിഫ്. അപ്പൊ ആ യഖാഫു എന്നുള്ളതില് ലമ്മ വന്നാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഏത് പോകും? അലിഫ് പോകും. അലിഫ് കണ്ട് എങ്ങനെ പറയാ? ലം യഖഫ്. ലം യഖാഫ്. ഇനി ഏതാ പറയാനുള്ളൂ? ഇനി ഏതാ പറയാനുള്ളൂ? ഇനി ലാംഫീല് മുഴത്തല്ലായത്. അതിന്റെ ഏറാബ് പിന്നീട് പറഞ്ഞും ചെയ്തു. നിങ്ങൾ അതൊക്കെ നിർത്ത് പഠിച്ചലോടി മാണെങ്കിൽ കേട്ടോ. കഴിഞ്ഞ ആഴ്ചയൊക്കെ പച്ചവെള്ളം പോലെ പറഞ്ഞെന്നാണ് അവർക്ക്. ആ അപ്പൊ ഫീല അതിന്റെ ഏറാബ് നാളെ പഠിപ്പിക്കും എങ്ങനെയാണ്. ആഖിർ മുഴുത്തല്ലായ ഫീലിന്റെ ആഖിർ അലിഫ് വാവ് യാ ഒക്കെ ആയിട്ട് വരുമ്പോ അതിന്റെ ഏറാബ് എങ്ങനെയാണ് എന്നുള്ളത് പിന്നെ പഠിപ്പിക്കും. പോട്ടെ. അപ്പൊ ഫീല് മുളാരി ഹി മഫൂല് മുഖദ്ദം. ആര് വരുന്നുണ്ട്? അൽ മർളാ രോഗികൾ. അതാണ് ഏത് എഴുത്തിന്റെ എന്താ? ഫായിലിനെ എവിടെ ഏറാബ് റഫ എവിടെ? മങ്കൂസേ മഖ്സൂറ. ആഖിർ അലിഫ് മുമ്പ് ഫത്ഹ്. അവിടെ എന്തേക്കാരം? എല്ലാ ഏറാബും എന്തേക്കാരം? സാങ്കല്പിക. അപ്പൊ മർള എന്ന് പറഞ്ഞത് ഖബറാണെങ്കിലും ഏത് വെളിവാകൂല? റഫഅ് എന്താക്കൂല? വെളിവാകൂല. റഫഅയിനെ അവിടെ എന്താക്കണം? സങ്കല്പിക്കണം. മിൻ ജമീഇ അൻഹാഇ പാകിസ്ഥാന. പാകിസ്ഥാന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും. മിന്നർഫ് ജാറ്. ജമീഇ മുളാഫ്. അൻഹാഇ മുളാഫ്. പാകിസ്ഥാന മുളാഫുൻ ഇലൈഹി മജ്റൂറുൻ ബിൽ. എന്തുകൊണ്ട്? ലിഅന്നഹു ഗൈറു മുൻസരിഫിൻ. അസഹീഹുൻ ഹാദാ. ആ വാർത്ത ഇത് ശരി തന്നെ അല്ലേ? അസഹീഹുൻ ഹംസ ഇസ്തിഫാം ഖബർ മുഖദ്ദം. ഹാദാ മുബ്തദാ മുഅഖർ. മുബ്തദാ മുഅഖർ. അപ്പൊ അഖ്തറു. അപ്പൊ അഖ്തർ മറുപടി പറയാ നഅം അതെ. ഹാദാ സഹീഹുൻ. ആ വാർത്ത എന്തെന്നെയാണ്? ശരിയാണ്. യാ ഫളീലത്ത ശൈഖ്. ഉസ്താദേ നിങ്ങൾ കേട്ടത് എന്തെന്നെയാണ്? ശരിയാണ്. അൽ മുദരിസു. മുദരിസ് പറയാ യാ ഉസ്മാനു. ഉസ്മാനെ ഇദ്ഹബ്. നീ എന്താക്ക്? നീ പോ. ഇലൽ മക്തബത്തി. എവിടേക്ക്? ലൈബ്രറിയിലേക്ക് നീ പോ. എന്നിട്ട് വഹാത്തി. നീ എന്താക്ക്? കൊണ്ടുവാ. അൽ ജുസ് അസ്സാലിസ. എത്രാമത്തെ വാള്യം? മൂന്നാമത്തെ വാള്യം. ഏതിൽ നിന്ന്? മിൻ ലിസാനിൽ അറബി. ലിസാനുൽ അറബിന്റെ മൂന്നാമത്തെ ഭാഗം കൊണ്ടുവാ. ലിസാനുൽ അറബിന്റെ ഡിക്ഷണറി. ഇതിന്റെ പേരാ മുഅ്ജം ഡിക്ഷണറി. അപ്പൊ ലിസാനുൽ അറബിന്റെ അത് ഒരുപാട് വാള്യങ്ങളുണ്ട്. അതിൽ എത്രാമത്തെ വാള്യാച്ച് കൊണ്ടുവരണ്ടേ?
മൂന്നാമത്തെ വാല്യം. യാ ഉസ്മാനു ഉസ്മാനെ ഇദ്ഹബ് നീ പോ. ഇദ്ഹബ് പറഞ്ഞാൽ എന്തൊക്കെ ഉണ്ട്? ഫേല് ഫായില്. ആരാ ഫായിലയിലെ? അന്ത. ഇലൽ മക്തബത്തി ജാറു മജ്റൂർ. വഹാത്തി നീ കൊണ്ടുവാ. അതിലും ഏതൊക്കെ ഉണ്ട്? ഫേല് ഫായില്. ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഹാത്തി എന്നുള്ള ഫീലിന്ന് ഏത് മാത്രമേ ഉപയോഗമുള്ളൂ? അംറ് മാത്രമേ ഉപയോഗമുള്ളൂ. മാലില്ല, മുലാരില്ല, ഇസ്മു ഫായിലില്ല, ഇസ്മു മഫൂലില്ല. ഏത് മാത്രമുള്ളൂ? അംറ് മാത്രം. അത് ഏകവചനമുണ്ട്, ബഹുവചനമുണ്ട്, പെണ്ണുങ്ങൾക്കും ഉണ്ട്, ആണുങ്ങൾക്കും ഉണ്ട്. ഹാത്തി ഒരാള്, ആത്തിയ എത്ര ആള്? ഹാത്തു നിങ്ങൾ എല്ലാരും കൊണ്ടുവരും. ഇനി പെണ്ണിനുണ്ട് ഹാത്തി. എടി എന്താക്ക്? നീ കൊണ്ടുവാ. ഹാത്തിയ ആണും പെണ്ണും ഒന്ന് തന്നെ. ഹാത്തീന എന്താ അർത്ഥം? പഠിപ്പിക്കണത് ഹാത്തി എന്നുള്ള വെറുബ് ലുസൂമുൽ അംരി ഏതിനെ നിർബന്ധമാക്കുന്നതാണ്? അംറിനെ നിർബന്ധാക്കും. വഹാത്തി യൽസമുൽ അംറ ഏതിനെ നിർബന്ധാക്കും? അംറിനെ നിർബന്ധാക്കും. ലാ യൂജദു ഫീഹി മാളി വൽ മുളാരി. അതിനേതില്ല? മാളി മുളാരി അതിനില്ല. അപ്പൊ വഹാത്തി നീ കൊണ്ടുവാ. അതിലെന്തൊക്കെ ഉണ്ട്? ഫീല് ഫായില്. എന്തിനെ കൊണ്ടുവാ? അൽ ജുസ് അസ്സാലിസ മൂന്നാമത്തെ വാള്യം. അൽ ജുസ് മഫ്ഊലും ബിഹി. അസ്സാലിസ നഅത്ത് മിൻ ലിസാനിൽ അറബി. ഓക്കേ. ആഷിമുൻ. അപ്പൊ ആഷിമു പറയാ യാ ഫളീലത്ത ശൈഖ് ബഹുമാനപ്പെട്ട ഉസ്താദേ അളുന്നു ലന്ന വിചാരിച്ചു യളുന്നു വിചാരിക്കും അളുന്നു ആരാ? ഞാൻ വിചാരിക്കുന്നു. അന്ന ലിസാനൽ അറബി ലിസാനുൽ അറബ് എന്ന് പറയുന്ന ഡിക്ഷണറി ലിസാനുൽ അറബ് മുഅ്ജമുൻ അതൊരു ഡിക്ഷണറി ആണ് എന്നാണ് ഞാൻ വിചാരിക്കണത്. അളുന്നു ഞാൻ വിചാരിക്കുന്നു. അന്ന ലിസാനുൽ അറബി തീർച്ചയായും ലിസാനുൽ അറബ് മുഅ്ജമുൻ അതൊരു ഡിക്ഷണറി ആണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ അൽ മുദരിസ് പറയാൻ അതെ ഹുവ മുഅ്ജമുൻ കബീറുൻ. എന്താ അർത്ഥം? വലിയ ഡിക്ഷണറിയാണ്. ഫീ 20 ജുസ്അൻ എത്ര വാള്യം? 20 വാള്യമുള്ള വലിയൊരു ഡിക്ഷണറിയാണ് ലിസാനുൽ അറബ്. അളുന്നു ഞാൻ വിചാരിക്കുന്നു. എന്തൊക്കെയുണ്ട്? ആരാണ് ഇത്ത ഫായില്? അനാ. അന്ന ഹർഫ് തഅക്കീദ്. ലിസാനൽ അറബി ഇസ്മു അന്ന മുളാഫ്. പിന്നെ മുഅ്ജമുൻ മുഅ്ജമുൻ അത് ഡിക്ഷണറി ആണ് എന്നാ ഞാൻ വിചാരിക്കണത്. എന്താ മുഅ്ജം എന്നുള്ളതിന്റെ തർക്കീബ്? ഖബറു അന്ന. ശരിയാണ്. അൽ മുദരിസു അധ്യാപകൻ പറയാ നഅം അത് മുഅ്ജമുൻ കബീറുൻ വലിയ ഡിക്ഷണറിയാണ്. ഫീ 20 ജുസ്അൻ 20 വാള്യങ്ങളുള്ള. നഅം നഅം ഹർഫ് ജവാബ്. ഹുവ മുബ്തദ. മുഅ്ജമുൻ
കബീറുൻ നാത്ത് നേരത്തെ ഫി 20 ജുസ്അൻ 20 വാള്യങ്ങളുള്ള ഫി അർഫെ ജാറ് 20 മജ്റൂറുൻ ബിൽ യാഇ ലിഅന്നഹു മുദക്കർ സാലിം കറക്റ്റ് ജംഅ മുദക്കർ സാലിം. അതെന്താണ് സാധനം? ജംഅ മുദക്കർ സാലിമാണ്. ജുസ്അൻ വാള്യത്താൽ എന്താ? തമീസ് തമീസ് കറക്റ്റ്. ഹാഷിമുൻ. അപ്പൊ ഹാഷിമിൻ ചോദിക്ക ഉസ്താദെ ലിമൻ ആരുടേതാണ്? ഹുവ ആ ഡിക്ഷണറി യാ ഫദീലത്തെ ഷെയ്ഖ് ഉസ്താദെ ആരുടേതാണ് ആ ഡിക്ഷണറി? അൽ മുദരിസു അധ്യാപകൻ, ഹുവ ആ ഡിക്ഷണറി ലിബിനി മൻലൂരിൻ ആർക്കുള്ളതാണ്? ഒരാളെ പേരാണത്. ഏത്? ഇബ്നു മൻലൂറിനാണ്. ഇബ്നു മൻലൂറിന്റേതാണ് ആ ഡിക്ഷണറി. ലിമൻ ഹുവ എന്താ തർക്കീബ്? ലിമൻ ജാറ് മജ്റൂർ ഖബർ മുഖദ്ദം ജാർ മജ്റൂർ ഖബർ മുഖദ്ദം. ഹുവ മുബ്തദാ മുഅഖർ. യാ ഫളീലത്തെ ശൈഖി യാ ഹർഫ് ഇദാ ഫളീലത മുളാഫ് അശ്ശൈഖി മുളാഫുൻ ഇലൈഹി. ഓക്കെ ശരിയാണ്. ഹുവ ആ പുസ്തകം ലിബിനി മൻലൂരിൻ ഇബ്നു മൻലൂറിനുള്ളതാണ്. മൻലൂറിന്റെ മകൻ. മൻലൂർ അയാളെ വാപ്പാന്റെ പേരാ. അവ മൻലൂറിന്റെ മകനുള്ളതാണ്. അത് ഇബ്നു മൻലൂർ. ഹുവ മുബ്തദ ലി ഇബ്നി ലാമർഫ് ഇബ്നി മുളാഫ്. അതോടുകൂടെ എന്തുവാണ്? മൻലൂരിൻ മുളാഫുൻ ഇലൈഹി. ഉസ്മാനു എന്താ ഉസ്മാനുൻ എന്ന് വായിക്കാത്ത? വൈറു മുൻസരിഫ്. എന്താണ് അതിലുള്ള റീസന്? അലമ്. പിന്നെ രണ്ടാമത്തത് അലിഫ് നൂന് സായിദ. പിന്നെ അൽ മക്തബത്തു ലൈബ്രറി മുഗ്ലഖത്തുൻ അടക്കപ്പെട്ടതാണ്. അൽ ആന ഇപ്പോ യാ ശൈഖു ഉസ്താദേ. ലൈബ്രറി എന്ത് ചെയ്തിക്കണേ? അടച്ചിക്കണ്. യഖൂലൂന അവര് പറയുന്നുണ്ട് ഇന്നഹ തീർച്ചയായിട്ടും ലൈബ്രറി കാനത്ത് ആ ലൈബ്രറി ആയിരുന്നു മഫ്തൂഹത്തൻ എന്തായിരുന്നു? ഓപ്പൺ ആയിരുന്നു. ഇലസാഅത്തിൽ ആശിറത്തി എത്ര മണി വരെ? 10 മണി വരെ. അൽ മക്തബത്തു ലൈബ്രറി മുഗ്ലഖത്തുൻ ക്ലോസ്ഡ് ആണ്. അൽ മക്തബത്തു മുബ്തദ മുഗ്ലഖത്തുൻ ഖബർ. അൽ ആന അല്ലാന ളർഫ്. യഖൂലൂന അവര് പറയുന്നുണ്ട്. ഇതൊക്കെ ആരാണ് അതിലുള്ള ഫായില്? ഉമ്മാണ് ഫായില്. ആ ഉമ്മിനോട് ഈക്വൽ ആയിട്ട് അതിൽ എന്താ ഉള്ളത്? വാവ്. വാവുൽ ജംഉണ്ട്. ഇന്നഹ തീർച്ചയായിട്ടും ആ ലൈബ്രറി കാനത്ത് ആ ലൈബ്രറി ആയിരുന്നു
മഫ്തൂഹത്തൻ ഓപ്പൺ ആയിരുന്നു, ഇലസാഅത്തിൽ ആശിറ 10 മണി വരെ. ഈ കാലന്റെ ശേഷം ഒക്കെ ഇന്നേ വായിക്കണം, നോക്കോണ്ടി. കാലന്റെ ശേഷം എന്ത് വായിക്കാൻ പാടില്ല? ഏത് വായിക്കരുത് മക്കളെ? അന്ന വായിക്കരുത്. ആനയല്ല. അന്ന എന്നുള്ള പദം ഒരിക്കലും ഇതിന്റെ ശേഷം വരൂല. കാല, കുത്ത, യഖൂലു, തഖൂലു, ഖുൽ എന്താകട്ടെ, കാലയിൽ നിന്ന് പിടിക്കപ്പെട്ട ഒരു കലിമത്തിന്റെ ശേഷവും ഏത് വരാൻ പാടില്ല? അന്ന വരാൻ പാടില്ല. പിന്നെ എന്താ വരാൻ പാടുള്ളൂ? ഇന്ന. അപ്പൊ കാലന്റെ ശേഷം എങ്ങനെ വായിക്കേണ്ടത്? അന്ന എന്നല്ല, പിന്നെ ഇന്ന. ഇന്നഹ തീർച്ചയായിട്ടും ലൈബ്രറി. ഇന്ന ഹർഫ് തഅക്കീദ്. ഹാ ഇസ്മു ഇന്ന. കാനത്ത് ആ ലൈബ്രറി ആയിരുന്നു. കാനഫീലെ നാഖിസ്. ലമീർ മുസ്തത്തിർ. ലമീർ മുസ്തത്തിർ. ഇസ്മു കാന. ആ ലമീർ മുസ്തത്തിർ ഏതാണ്? ഹിയ. എന്തുകൊണ്ടാ അത് ഹിയ ആയത്? എന്തുകൊണ്ടാ ഹിയ ആയത്? ലൈബ്രറി പെണ്ണായതുകൊണ്ട്. ആ മക്തബത്ത് പെണ്ണ. ഇന്നഹാ കണ്ടോ, ഹാ മടങ്ങുന്നത് ലൈബ്രറിക്ക. തീർച്ചയായിട്ടും ആ ലൈബ്രറി കാനത്തതായിരുന്നു, മഫ്തൂഹത്തൻ ഓപ്പൺ ആയിരുന്നു, ഇലസാഅത്ത്. മഫ്തൂഹത്ത് എന്നുള്ളതാണ് ഏത്? ഖബറു കാന. അപ്പൊ കാന ഫീൽ നാഖിസ്, ലമീർ മുസ്തതിർ, ഇസ്മു കാന, മഫ്തൂഹത്തൻ ഖബറു കാന. ഇനി ആ കാനക്കും കാനന്റെ ഇസ്മിനും കാനന്റെ ഖബറും ഒക്കെ കൂടിയൊരു തർക്കീബ് അവിടെ വേറെ ഉണ്ട്. അതേതാ? ആ ഏതിന്റെ ഖബറ്? ഇന്നന്റെ ഖബറ്. കറക്റ്റ്. ഇല സാഅത്തിൽ ആശിറ 10 മണി വരെ. ഇല ഹർഫ് സാഅത്തി. യാ മജ്റൂർ മാത്രമേ ഉള്ളൂ. ആ മുളാഫാണെങ്കിൽ ഏതുണ്ടാകാൻ പാടില്ല? അലിഫ്ലാമ പാടില്ല. അലിഫ്ലാം ഉണ്ടാവൂല. എന്നാണല്ലോ എങ്ങനെ? ലുഹരിയോ? നിങ്ങള് ശരിക്കും വായിക്കുക. എന്താ നിങ്ങൾ ഈ വായിക്കണേ? എന്താണ് ബുക്കിലുള്ള? വായിച്ചാട്ടെ. ആ ഇല അദാനി ലുഹരി. നിങ്ങളതിലൊക്കെ സാത്തിൽ ആശ്ര എന്നുള്ള ഇല്ലേ? ഇല്ല. ഒക്കെ അദാനി ലുഹരി എന്നർത്ഥം. അപ്പൊ നിങ്ങളെ ഇന്ത്യയിലെ അഷറത്താണ് പോട്ടെ. എന്തായാലും കുഴപ്പമില്ല. കാനത്ത് ആ ലൈബ്രറി ആയിരുന്നു, മഫ്തൂഹത്തൻ ഓപ്പൺ ആയിരുന്നു. ഏത് വരെ? ഇലാ അദാനി ളുഹരി. ഏത് വരെ? അവിടെ ഈ പറഞ്ഞ മാതിരി മുലാഫ് മുലാഫിലയ്യ. ഇല ഹർഫ് ജാറ്, അദാനി മജ്റൂർ പ്ലസ് മുലാഫ്, ളുഹരി ഏത്? അതേസമയം ഇല സാഅത്തിൽ ആശിറ എന്ന് പറയുകയാണെങ്കിൽ അവിടെ മജ്റൂർ മാത്രമേ ഉള്ളൂ. പിന്നെ അൽ ആശിറത്തി എന്നുള്ളത് ഏതാണ്? മുലാഫിലി അല്ലാതെ ഏതാണ്? നഅത്താണ്. അൽ മുദർരിസു അധ്യാപകൻ പറയാണേ, യാ അബ്ബാസു അബ്ബാസേ, ഖുൽ നീ എന്താക്കണം? പറയ്. ആരോട്? ലി അഖീഖ. ആരോട്? നിന്റെ സഹോദരനോട് നീ പറയണം. അല്ലദീ എങ്ങനെയുള്ള സഹോദരൻ? യദുറുസു അവൻ എന്താക്കണുണ്ട്? പഠിക്കണുണ്ട്. എവിടെ? ഫിസ്സനത്തി താനിയത്തി എത്രാം വർഷം?
രണ്ടാം വർഷത്തിൽ പഠിക്കുന്ന നിന്റെ സഹോദരനോട് നീ പറയണം. എന്ത് പറയണം? യഅ്തിനി ഗദൻ, യഅ്തി അവൻ വരണം എന്ന് പറയണം. നീ ആരടുക്കല്? എന്റെ അടുക്കല്. ഗദൻ എപ്പോ? നാളെ അവനോട് എന്റെ അടുക്കൽ വരണം എന്ന് നീ പറയണം. യാ അബ്ബാസു അബ്ബാസേ, ഖുൽ നീ പറയേ, ലി അഖീക ആരോട്? എന്റെ സഹോദരനോട്. അല്ലദി എങ്ങനത്താ? ആർക്കാ അല്ലദി എന്നുള്ള മൗസൂലിനകത്ത് ആർക്കാ? സഹോദരന്. അല്ലദി എങ്ങനെയുള്ള സഹോദരൻ? യദുറുസു അവൻ എന്താക്കുന്നുണ്ട്? പഠിക്കുന്നുണ്ട്. ഫിസ്സനത്തി താനിയത്തി എത്രാം വർഷം? അപ്പൊ രണ്ടാം വർഷത്തിൽ പഠിക്കുന്ന നിന്റെ സഹോദരനോട് നീ എന്താക്കണം? പറയണം. എന്താണ് പറയേണ്ടത്? യഅ്തി ആ സഹോദരൻ വരണം എന്ന് പറയണം. നീ ആരടുക്കല്? എന്റെ അടുക്കല്. ഗദൻ എപ്പോ? നാളെ. നിങ്ങളിതിലൊക്കെ എഴുത്തീനിന്നുണ്ടോ? യാ ഇല്ലല്ലോ? വെറും എഴുത്തിനല്ലോ. ഉണ്ടാകണം അവിടെ. അതാ ഞാൻ പറയണത്. കാരണം മുതാരി ഏതാണ്? അത്താ. പിന്നെ അപ്പൊ അവിടെ ഏത് വേണം? വേണം. അപ്പൊ യഅ്തീനീന്ന് വേണം അവിടെ. ഇന്ത്യയില് യഅ്തീനീന്നുള്ളൂ. അവിടെ ഒരു യാവ് വേണം. യഅ്തീ അവൻ വരണം എന്ന് പറയണം. നീ ആരടുക്കല്? എന്റെ അടുക്കല്. ഗദൻ നാളെ. യാ അബ്ബാസു യാ അർഫ് നിദ, അബ്ബാസോ മുനാദ. ഖുൽ നീ പറയ്. ഖുൽ ഫീല് അംറ് ഫായില് ദമീർ മുസ്തതിർ. ഏതാ കുല്ലിലുള്ള ദമീർ? ഏതാ? അന്ത. ഖാല പറഞ്ഞു, യഖൂലു പറയും, ഖുൽ നീ എന്താക്ക്? പറയും. ഖാല നമ്മൾ പഠിച്ച ഫീലിൽ എന്ത് ഫീലാണ് ഖാല? മുഴത്തല്ലാണത്. ഖാല എന്ന് പറയുമ്പോ ഏതാ മുഴത്തല്ല്? ഫാഫീലോ ഐൻഫീലോ ലാംഫീലോ? ഐൻഫീല്. അവിടെയാണ് നമ്മൾ പഠിച്ചത്. ഐൻഫീല് മുഴത്തല്ലായതില് ലമ്മ് വന്നാൽ, ജസ്മിന്റെ അദാത്ത് വന്നാൽ ഏത് പോണം? ഐൻഫീല് പോണം. അപ്പൊ യഖൂലു എന്ന് പറയുമ്പോ ആ യഖൂലു എന്നുള്ളതിൽ ലമ്മ് കടന്നാൽ എങ്ങനെ പറയേണ്ടത്? ലം യഖുൽ. ഏത് പോണം? ഐൻഫീലായ വാവ് ആ ഖുൽ നീ പറഞ്ഞോ. അപ്പൊ അതിൽ എന്തൊക്കെ ഉണ്ട്? ഫീലുണ്ട്, വായിലുണ്ട്. ആരോട് പറയണം? ലി അഖീക നിന്റെ സഹോദരനോട്. ലാമർഫ് ജാറ്, അഖീ മജ്റൂറും ബിൽ, മജ്റൂറും ബിൽ യാഇ ലിഅന്നഹു കണ്ടോ? അസ്മാഉൽ ഖംസക്ക് എന്തുകൊണ്ടാണ് ജറ്? യാ കൊണ്ടാണ് ജറ്. അബൂക മർഫൂഅ്, അഖൂക മർഫൂഅ്, അബാക മൻസൂബ്, അഖാക ഏതാ? മൻസൂബ്. അബീക മജ്റൂറും ബിൽ യാഇ, അഖീക മജ്റൂറും ബിൽ യാഇ. അപ്പൊ ലാ മർഫ് ജാറ്, അഖീ മജ്റൂർ പ്ലസ് മുളാഫ്, അല്ലദീ എങ്ങനെയുള്ള സഹോദരനാ? അല്ലദീ മൗസൂല്
യദുറുസു അവൻ പഠിക്കുന്നു. എന്തൊക്കെണ്ട്? ആരാണ് അവിടുത്തെ ഫായില്? യദുറുസു എന്ന് വായിക്കുമ്പോ എവിടെയാണ് പഠിക്കണത്? ഫി സനത്തി സാനിയത്തി രണ്ടാം വർഷം. ഫി അർഫ് ജാറ് സനത്തി മജ്റൂർ അസാനിയത്തി എഴുത്ത്. അപ്പൊ രണ്ടാം വർഷത്തിൽ പഠിക്കുന്ന സഹോദരനോട് നീ പറയണം. എന്ത് പറയണം? അവൻ വരാൻ പറയണം. നീ ആരെടുക്കല്? എന്റെ അടുക്കല്. അപ്പൊ എഴുത്തീനി എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? അവൻ വരണം. ആരാ ഫായില്? മുസ്തത്തിർ ഹുവ. ഒരു ഹുവ എവിടെ കിടക്കുന്നുണ്ട്? എഴുത്തിയിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എഴുത്തി ഫീല് ഫായില് നീ വെറും മഫൂലും ബി അല്ല. അവിടെ എന്തൊക്കെ കൂട്ടി കൊടുക്കേണ്ടതുണ്ടല്ലോ? നൂൻ വികായ, പിന്നെ യാ മുതകല്ലിം, പിന്നെ നൂൻ വികായ യാ മുതകല്ലിം മഫ്ഊൽ ബിഹി. എന്താ നൂൻ വികായ എന്ന് പറഞ്ഞാൽ? എന്താ? പ്രൊട്ടക്ഷന്റെ നൂന്. എന്തിന്റെ നൂന്? നമ്മുടെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്ത് നിൽക്കണത്? ആ നൂന് ഇവിടെ എന്തിനെ പ്രൊട്ടക്ട് ചെയ്യണേ? മുത്തക്കല്ലിമിന്റെ യാഇന്റെ മുമ്പുള്ളിന് എന്ത് വേണം? ജറ് വേണം. ഇവിടെ നൂനില്ലെങ്കിൽ എങ്ങനെയാ പറയാപ്പോ? യഅ്തീന്ന് വരും. അപ്പൊ യാഉൽ മുത്തക്കല്ലിമിന്റെ മുമ്പുള്ള തായിന് ഏത് വന്നു? ജറ് വന്നു. അങ്ങനെ ഫീലിൽ എന്ത് വരാൻ പാടില്ല? ജറ് വരാൻ പാടില്ല. അതുകൊണ്ട് ഫീലിൽ ജറ് വരുന്നതിനെ ആര് സൂക്ഷിച്ചു? ആ നൂന് സൂക്ഷിച്ചു. തായിൽ വരേണ്ട ജറ് ആർക്ക് വന്നു? നൂനിന് വന്നു. അതാണ് ഫീൽ. അത് ഇൻഷാ അല്ലാഹ് പിന്നെ ഞാൻ പഠിപ്പിച്ചെന്നാണ്. ഇനി അത് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. വദന്നുള്ളത് ലർഫ്. അബ്ബാസുൻ. അപ്പൊ അബ്ബാസ് പറയാ സഅഖൂലു ലഹു, ഞാൻ അവനോട് പറയാം ഇൻഷാ അല്ലാഹ്. ആരുദ്ദേശിക്കുകയാണെങ്കിലേ അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ ഞാൻ അവനോട് പിന്നീട് പറയും. സഅഖൂലു സർഫ് ഇസ്തിഖ്ബാൽ. അഖൂലു ഫീൽ ഫാഇൽ. ലഹു മഫ്ഊൽ ബിഹി. ലഹു ജാറ് മജ്റൂർ. ഇൻഷാ അല്ലാഹ് അല്ലാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ. ഇന്നർഫ് ഷർത്ത്. ശാഅ ഫീല് മാദി. അല്ലാഹു ഫായില്. അതാ ഫീല് ഫായില്. അജീബ് അനിൽ അസ്ഇലത്തിൽ ആതിയതി. താഴെ വരുന്ന ചോദ്യങ്ങൾക്ക് നീ എന്ത് പറയണം? എന്ത് പറയണം? ഉത്തരം പറയണം. എന്താണ് ചോദ്യം? ഐന കാന അൻവറു വാക്കിഫൻ. അൻവർ എവിടെയാണ് നിന്നിരുന്നത്? എവിടെ നിന്നിനത്? ഖാരിജൽ ഫസ്ലി. കണ്ട ചോദ്യത്തില് കാനാഹുവാത്ത് വന്നത് കണ്ടോ? ഐന ഇസ്തിഫ്ഹാം. കാന ഫിഇല് നാഖിസ്. അൻവറു ഇസ്മു കാന. വാഖിഫൻ ഖബറു കാന. ശരിയാണ്. അയുരീദു അമ്മാറുൻ. അമ്മാർ ഉദ്ദേശിക്കുന്നുണ്ടോ?
അയ്യതുറുക്കൽ ജാമിഅത അവൻ ഏത് ഒഴിവാക്കാൻ? യൂണിവേഴ്സിറ്റി എന്താക്കാൻ? ഉപേക്ഷിക്കാൻ. തറക്കയെ തുറുക്ക് പറഞ്ഞ എന്താ? ഉപേക്ഷിക്ക. അയ്യതുറുക്ക അവൻ ഉപേക്ഷിക്കാൻ അൽ ജാമിഅത യൂണിവേഴ്സിറ്റിയെ. അത് ശരിയാണോ? ആദാ ഗൈറു സഹീഹിൻ. അതാണ് ഉത്തരം. ആദാ ഇത് ഗൈറു സഹീഹിൻ എന്തല്ല? ശരിയല്ല. ഓ യൂണിവേഴ്സിറ്റി എന്താക്കണില്ല? യൂണിവേഴ്സിറ്റിനെ അവൻ എന്താക്കണില്ല? ഒഴിവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കണ്ടങ്ങള് യുരീദു അമ്മാറുൻ. യുരീദു എന്നുള്ളത് ഏതാ? മാലിയ മുലാരിയ? മുലാരി. അമ്മാറുൻ അതാണ് യുരീദുന്റെ എന്താണ്? അന്നർഫെ നാസിബ്. യതുറുക ഫിഇലുൻ മുലാരിയുൻ മൻസൂബുൻ. ഫായിൽ അതിന്റെ ഉള്ളിലുണ്ട്. ആരാ? ഹുവ ളമീർ മുസ്തതിർ. അൽ ജാമിഅത എന്താ? അയ്യതുറുക അവൻ ഉപേക്ഷിക്ക. എന്തിനാൽ? ജാമിഅത യൂണിവേഴ്സിറ്റിയെ. അപ്പൊ എന്തേക്കാരാ? മഫ്ഊലുൻ ബിഹി. ഇനിയോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അന്നും ഫീലും വന്നാൽ ആ ഫീലിൽ നിന്ന് ഇതിനെ പിടിക്കണം. എന്തിനെ പിടിക്കണം? മസ്തറിനെ പിടിക്കണം. തറക്ക യതുറുക്കു മസ്തർ ഏതാ? തെറുക്ക് എന്നാ മസ്തർ. അപ്പൊ യതുറുക്കുന്റെ മസ്തർ ഏതാണ്? തെറുക്ക്. അപ്പൊ ആ തെറുക്കിനെ അവിടെ എടുക്കാൻ കഴിയണം. ആ തെറുക്കിനെ എടുത്തിട്ട് നമ്മൾ എങ്ങനെ പറയാ? യുരീദു അമ്മാറുൻ തെറുക്കൽ ജാമിഅതി. തെറുക്ക തറക്കന്റെ മസ്തറാണേത്? തറക്കല്ല, തെറുക്ക്. റായിന് എന്താണ്? സുക്കൂന്. തറക്കാന്ന് പറഞ്ഞ ഫീല്. തെറുക്ക് പറഞ്ഞാലോ? അതുകൊട്ടെ. മനില്ലദി അബൂഹു സഫീറുൻ. ആരെ വാപ്പേണി അംബാസഡർ? മനില്ലദി ആരാണ്? ഒരുത്തൻ ആരാണ്? എങ്ങനത്തെ ഒരുത്തൻ? അബൂഹു ഓന്റെ തന്ത. സഫീറുൻ ആരാണ്? അംബാസഡറാണ്. മനില്ലദി എന്താ തർക്കീബ് പറഞ്ഞാട്ടെ? മനില്ലദി ഇസ്തിഫാം പിന്നെ ഖബർ മുഖദ്ദം. അല്ലദി മൗസൂല്. മൗസൂലും ആണ്, നേത്തല്ല. ഖബർ മുഖദ്ദം വന്നാ പിന്നെ നേത്ത മുബ്തദാ മുഅഖർ. അബൂഹു അവന്റെ വാപ്പ. സഫീറുൻ അംബാസഡറാണ്. അബൂ മുലാബ് മുബ്തദഉൻ മർഫൂഉൻ ബിൽ വാവി ലിഅന്നഹു അസ്മാഉൽ ഖംസ. അബൂ മുബ്തദ പ്ലസ് മുലാഫ് മുലാഫുൻ ഇലൈഹി സഫീറുൻ അതാണ് ഖബർ. ആരുടെ വാപ്പയാണ് അംബാസഡർ പറഞ്ഞത്? അബൂ ഇബ്രാഹിമ സഫീറുൻ. എന്താ ഉത്തരം? എന്താണ് ഉത്തരം? അബൂ ഇബ്രാഹിമ. എന്താ അർത്ഥം? ഇബ്രാഹിമിന്റെ വാപ്പ. സഫീറുൻ ആരാണ്? അംബാസഡറാണ്. അബൂ ഇബ്രാഹിമാന്നാ വായിക്കണ്ടത്. അബൂ ഇബ്രാഹിമി എന്ന് വായിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? ഇബ്രാഹിം മുൻസരിഫ. അബൂ പറഞ്ഞത് പിന്നെ അബൂ മുബ്തദ പ്ലസ് മുലാഫ്
ഇബ്രാഹിമ മുളാഫുൻ ഇലൈഹി മജ്റൂറുൻ ബിൽ ഫത്ഹത്തി ഫത്ഹത്തി. ഇനി മനില്ലദി അബൂഹു ശുർത്തിയുൻ മുതഖായിദുൻ. പെൻഷൻ പറ്റിയ പോലീസുകാരൻ ആരെ വാപ്പയാണ്? ആരെ വാപ്പേ? പെൻഷൻ പറ്റിയ പോലീസുകാരൻ അബൂ യഅഖൂബ ശുർത്തിയുൻ മുതഖായിദുൻ. ആരെ വാപ്പയാണ്? യാക്കൂബിന്റെ വാപ്പ. ആരെ വാപ്പ? അപ്പൊ എങ്ങനെ ഉത്തരം? അബൂ യഅഖൂബ. അബൂ ഇബ്രാഹിമാന്റെ മാതിരി തന്നെ. കാരണം യാക്കൂബ് ഏതന്നെയാണ്? മുൻസരിഫാണ്. ശുർത്തിയുൻ മുതഖായിദുൻ. മൻ ദഹബ ഇലൽ മക്തബത്തി. ആരാ ലൈബ്രറി പോയത്? ആരാ ലൈബ്രറി പോയ ആള്? ഉസ്മാനു ദഹബ ഇലൽ മക്തബത്തി. എന്താണ് ഉത്തരം? ഉസ്മാനുൻ എന്ന് വായിക്കരുത്, വൈറു മുൻസരിഫാണ്. എങ്ങനെ വായിക്കുക? ഉസ്മാനു. ഉസ്മാൻ ദഹബ അവൻ പോയി, ഇലൽ മക്തബത്തി എവിടേക്ക്? ലൈബ്രറിയിലേക്ക്. മൻ അല്ലഫ ആരാണ് രചിച്ചത്? അല്ലഫ യുഅല്ലിഫു ഫഅല. അതേപോലെ അല്ലഫ യുഅല്ലിഫു. മൻ അല്ലഫ ആരാണ് രചിച്ചത്? ലിസാനൽ അറബി. ഏത് പുസ്തകത്തിന്? ലിസാനുൽ അറബ് പറഞ്ഞ പുസ്തകത്തിന് ആരാണ് രചിച്ചത്? മന്നർഫ് ഇസ്തിഫ്ഹാം. അല്ലഫ അവൻ രചിച്ചു. എന്തൊക്കെയുണ്ട്? എന്തിനെ രചിച്ചു? ലിസാനൽ അറബി. ലിസാനുൽ അറബിനെ. അതെന്താ ലിസാന? പ്ലസ് അൽ അറബി മുളാഫുൻ ഇലൈഹി. പിന്നെ അപ്പൊ അതിന്റെ ഉത്തരം എന്താ? അല്ല അല്ലഫന്റെ കൂടെ മഫൂല് ബീനെ ചേർത്തി കൊണ്ടുവരിക, എന്നിട്ട് ഫായിലിന്റെ ബാക്കിലും കൊണ്ടുവരിക. അപ്പൊ എങ്ങനെ പറയാ? അല്ലഫന്റെ ശേഷം മഫൂല് വരുമ്പോ എങ്ങനെ പറയാ? അല്ലഫ ഓ. ഓക്കെ, അല്ലഫ ഊ. ഇനി ഫായില് അയാളെ പേര് കൊണ്ടെന്നോളി, മർഫൂആക്കി കൊണ്ടുവന്നോളി. ഇബ്നു മൻസൂരിൻ അല്ലഫഹു ഇബ്നു മൻസൂരിൻ. ഫീ കം ജുസ്അൻ ഹുവ. അത് എത്ര ജുസ് ആണ്? 20 ജുസ്. ഹുവ ഫീ. അങ്ങനെ പറയാ, ഹുവ ഫീ. പിന്നെ ഫീ വരുമ്പോ എങ്ങനെ വായിക്കണം? ഇശ്റൂന ഇശ്രീനെ. കാനത്തിൽ മക്തബത്തു മഫ്തൂഹ. ആ ലൈബ്രറി ഓപ്പൺ ആയിരുന്നോ? കണ്ടോ? അകാനത്തിൽ മക്തബത്ത്. കണ്ടോ? കാനന്റെ ഇസ്മ പെണ്ണായപ്പോ കാനി പെണ്ണായി, ഖബറും പെണ്ണായി. മനസ്സിലായോ ഞാൻ പറഞ്ഞേ? കാനന്റെ ഇസ്മ ഏതാണ്? മക്തബത്ത്. അതാണാ പെണ്ണാ? പെണ്ണ. അത് പെണ്ണായപ്പോ കാനി പെണ്ണായി. എങ്ങനെ കാന പെണ്ണായത്? എങ്ങനെ പറഞ്ഞു? കാനത്ത്. ഏതും പെണ്ണായി? ഖബറും പെണ്ണായി. ഏതാ ഖബറ്? മഫ്തൂഹത്തൻ. ആണാണെങ്കിൽ എങ്ങനെ പറയാ? മഫ്തൂഹൻ. അപ്പൊ കാനന്റെ ഇസ്മ പെണ്ണാണെങ്കിൽ കാനിയും പെണ്ണാകണം, ഖബറും എന്താക്കണം? പെണ്ണാകണം. ഇപ്പൊ കാനത്തിൽ ഫാത്തിമത്തു നായിമതൻ. എന്താർത്ഥം? ഉറങ്ങുന്നവളായി. കാനന്റെ ഇസ്മേതാ? ഫാത്തിമത്തു. അപ്പൊ കാന എന്ന് പറയാൻ പയ്യ, എങ്ങനെ പറയണം? കാനത്ത് പറയണം. നായിമെന്ന് പറയാൻ പാടില്ല, എങ്ങനെ പറയണം? നായിമത്ത് എന്ന് പറയണം.
ആ കാനത്തിൽ ഫാത്തിമത്തു അല്ലെങ്കിൽ കാനത്ത് സൈനബു ആലിമത്തൻ. സൈനബ് ആരായി? ആദിമ. ആലിമത്തൻ. ആലിമത്തെ എന്താ ആലിമത്ത് പറഞ്ഞാൽ? അറിവുള്ളൂ. അറിവുള്ളവള്, പണ്ഡിത. ഓള് വലിയ പണ്ഡിതയാണ്. കണ്ടോ? സൈനബ് ആയപ്പോ ഖാനത്ത്. അതേപോലെ തന്നെ ആലിമ എന്നല്ല പറയാ, പിന്നെ എങ്ങനെയാ പറയാ? ആലിമത്തൻ. എന്നാ സെയ്ദ് ആലിമാണ് എങ്ങനെയാ പറയണ്ടേ? ആലിമൻ. പെണ്ണാണെങ്കിൽ ആലിമത്തൻ. ആ കാനത്തിൽ മക്തബത്തു മക്തൂഹ, ലൈബ്രറി ഓപ്പൺ ആയിരുന്നോ? ലാ കാനത്ത് മുഗ്ലഖതൻ. കാനത്ത് മുഗ്ലഖത്ത്. എന്താ മുഗ്ലഖത്ത്? കാനത്ത് ആ ലൈബ്രറി ആയിരുന്നു. അതിലെന്തൊക്കെയുണ്ട്? ഖാനുണ്ട്. ഖാനന്റെ ഏതുണ്ട്? ഇസ്മുണ്ട്. മുഗ്ലഖതൻ അതാണ് ഏത്? ഖാനന്റെ ഖബർ. അവിടെ കട്ടെ. എത്ര ആളുണ്ട് ക്ലാസ്സില്?